പ്രധാനമന്ത്രിയായുള്ള തൻ്റെ രണ്ടാമൂഴത്തിൽ സിഖ് കലാപത്തെ അടിച്ചമർത്താൻ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനോടുള്ള ഖാലിസ്ഥാൻ അനുകൂലികളുടെ പ്രതികാരമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം. ഇന്ദിരയുടെ സുരക്ഷാസേനയിലെ വിശ്വസ്തനായിരുന്ന ബിയാൻ സിംഗും സത്വന്ത് സിംഗുമാണ് സുവർണക്ഷേത്രത്തിലെ പട്ടാള ഇടപെടലിനോടുള്ള പ്രതികാരം നിർവഹിച്ചത്. 1984 ഒക്ടോബർ 31 രാവിലെ BBC റിപ്പോർട്ടർ പീറ്റർ ഉഡ്സിനോവിന് അഭിമുഖം അനുവദിക്കാൻ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഓഫീസിലേക്ക് നടക്കുകയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് നേരെ അംഗരക്ഷകർ വെടിയുതിർക്കുകയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും ശക്തയായ ഭരണാധികാരി എന്ന പേരിനൊപ്പം അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട സ്മരണകളും ബാക്കിയാക്കിയാണ് ഇന്ദിരാ പ്രിയദർശിനി ഓർമ്മയായത്. 1966 മുതലുള്ള ഇന്ദിരയുടെ 11 വർഷത്തെ തുടർച്ചയായ ഭരണത്തിനിടയിലാണ് ബാങ്ക് ദേശസാത്കരണം, ഹരിത വിപ്ലവം, ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിനായി പാകിസ്ഥാനുമായുള്ള യുദ്ധം എന്നിവ നടക്കുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സഖ്യമായ ആസിയാൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപവത്കരിക്കപ്പെടുന്നതും ഇന്ത്യ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നതും അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ദുർമന്ത്രവാദിനി എന്ന് വിശേഷിപ്പിച്ച ഇന്ദിരയുടെ ഭരണകാലത്ത് തന്നെയായിരുന്നു. ഇന്ദിരാഭരണത്തിൻ്റെ സംഭവകുലമായ ആദ്യ കാലഘട്ടം അവസാനിച്ചത് അടിയന്തരാവസ്ഥയിലാണ്. 1975 ജൂൺ 25 മുതൽ 19 മാസം രാജ്യത്ത് അടിയന്തരാവസ്ഥയുടെ പേരിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നിലംപൊത്തിയ കോൺഗ്രസിനെ ചേർത്ത് പിടിച്ച് 3 വർഷത്തിനുള്ളിൽ ഭരണത്തിൽ തിരിച്ചെത്താനും ഇന്ദിരാഗാന്ധിക്കായി. ആയിരക്കണക്കിന് സിഖ് വംശജരെ കൊന്നൊടുക്കിയാണ് ആരാധകർ ഇന്ദിരയുടെ മരണത്തിന് പ്രതികാരം ചെയ്തത്. ഇന്ദിരയുടെ ഘാതകർക്ക് രാജ്യം പരമാവധി ശിക്ഷ നൽകിയപ്പോൾ സിഖ് വംശഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇനിയും സാധിച്ചിട്ടില്ല. ഇന്ദിരയുടെ കൊലപാതകം നടന്ന സഫ്ദർജംഗ് റോഡിലെ 1-ാം നമ്പർ വസതിക്ക് മുന്നിൽ നിന്നും ഡി ശ്രീജിത്ത്, മീഡിയ 1.